ബിഗ് ബോസ് ചരിത്രത്തിൽ ഇങ്ങനെയൊരു മത്സരാർത്ഥികളെ ഇനി ഒരിക്കലും കിട്ടില്ല, കിട്ടാനും പോകുന്നില്ല. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നല്ല, ഞാൻ ഇടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ബിഗ് ബോസ് സീസൺ 1 അല്ല 2 രജിസാറിനെ കുറിച്ചാണ്. ഫസ്റ്റ് രജിസാർ എന്ന മത്സരാർത്ഥി ആണ് ബിഗ് ബോസ് തരംഗം ഫസ്റ്റ് സൃഷ്ടിച്ചൊരു വ്യക്തി. ബിഗ് ബോസിൽ പുറത്ത് അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ് ആയിരുന്നു. അകത്ത് കയറിയപ്പോൾ രജിസാറിന് എങ്ങനെ ഗെയിം കളിക്കണം, എങ്ങനെ മറ്റുള്ളവരെ ഓഡിയൻസിനെ കയ്യിലാക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട്. ഇപ്പോഴും അദ്ദേഹം ഓരോ ബിഗ് ബോസ് സീസണിലും ഗസ്റ്റായി വരുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഗെയിം അദ്ദേഹം അപ്പം അവിടെ പ്രയോഗിക്കുന്നുണ്ട്. അത് മറ്റുള്ള മത്സരാർത്ഥികളെ എങ്ങനെ പ്രവോക്കിക്കുകയും അവരോട് എങ്ങനെ ചൊറിയാനാണെങ്കിൽ ചൊറിയും, പല രീതിയിൽ പുള്ളി അത് ചെയ്യും. അതിലൊരു സംശയമില്ല. പുള്ളിയാണ് ഫസ്റ്റ് ബിഗ് ബോസ് സീസൺ 2 ഫസ്റ്റ് ഓളം വെച്ചൊരു വ്യക്തി. രണ്ടാമത് പറയുന്നത് ഡോക്ടർ റോബിൻ, ബിഗ് ബോസ് സീസൺ 4 മത്സരാർത്ഥി. ഏറ്റവും ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും മികച്ച മത്സരാർത്ഥിയിൽ ഒരാളാണ്. രാഷ്ട്രീയം വെച്ച് ഞാൻ പറയുന്നില്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയത്തിൽ ഞാൻ വോട്ട് ചെയ്യാറില്ല, എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളെ എനിക്കിഷ്ടമില്ല. പക്ഷെ രാഷ്ട്രീയം നോക്കാതെ പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ ചരിത്രത്തിലെ ഇത്രയും നല്ലൊരു മത്സരാർത്ഥി വേറെയില്ല. ഡോക്ടർ റോബിൻ ഇപ്പോഴും ഫാൻസ് ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ മൂന്നാമത് പറയാൻ പറഞ്ഞാൽ സീസൺ 5 അഖിൽ മാര, വാക്കുകൾ കൊണ്ട് അമ്മാണ് പാടുന്ന മനുഷ്യൻ. ഈ 3 പേരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബിഗ് ബോസ് ഇത്രയും 3 പേരുടെ ഇതിലായിരുന്നു ബിഗ് ബോസ് ഓടുന്നത്. നമ്മുടെ സീസൺ 1 സാവുമാൻ ഉണ്ടെന്ന് വെച്ചാലും പഴയ ഇവര് എത്തിയ ഓളമൊന്നും സാവുമാൻ ഉണ്ടാക്കിയിട്ടില്ല. പുള്ളി നൈസായിട്ട് ബുദ്ധി കൊണ്ട് ഗെയിം കളിച്ച് ജയിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ആ സീസണിൽ വന്നപ്പം പ്രേക്ഷകർക്കും അറിയത്തില്ല ബിഗ് ബോസ് എന്താന്ന്, അന്നത്തെ മത്സരാർത്ഥികൾക്കും അറിയത്തില്ല. കാര്യം അത് ഞാൻ ഫസ്റ്റ് സീസൺ ബാക്കിയുള്ളവരൊക്കെ പഠിച്ചിട്ട് വന്ന ആൾക്കാരാണ്. ഇപ്പോൾ രജിസാറാണേലും ഡോക്ടർ റോബിനാണേലും അഖിൽമാരാണേലും നന്നായിട്ട് ബിഗ് ബോസ് എന്താണെന്ന് അരച്ച് കലച്ച് കുടിച്ച് കയറിയ മത്സരാർത്ഥികളാണ്. അപ്പോൾ അവരിൽ ഓളം സൃഷ്ടിക്കാൻ അവർക്ക് നല്ലപോലെ പറ്റും. ഫസ്റ്റ് ഓളം സൃഷ്ടിച്ച രജിസാർ തന്നെയാണ്, അതിലൊരു സംശയമില്ല. അമ്മാതിരി ഓളാണ് അങ്ങനെ. അത് കഴിഞ്ഞ് ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞാൽ തരംഗമാണ്. അത് കഴിഞ്ഞ് പിന്നെ അഖിൽമാരാണ്. ഈ 3 പേരിലാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഓളം സൃഷ്ടിച്ചത്, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാക്കി ഈ 3 മത്സരാർത്ഥികളാണ്. ഗംഭീര പെർഫോമൻസ് ആണ് ഇവരെ കാഴ്ചവെച്ചത്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബ്. ഒരു രക്ഷയില്ല. രണ്ടാമത് അഖിൽമാരാണ്. രജിസാറും മോശമല്ല. രജിസാറിൻ്റെ ഇത് കണ്ടാണ് ഈ 2 മത്സരാർത്ഥികളും വന്ന് അവർ അവരുടെ ഇതായ ഗെയിമിൽ മാറ്റങ്ങൾ വരുത്തി അവരുടെ ഗെയിം കളിച്ചത്. ഫസ്റ്റ് അവിടെ വന്ന് ഗെയിം കളിച്ചതിൽ രജിസാറാണ്. ഇപ്പോഴും അദ്ദേഹം വന്നു കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ ഗെയിം എന്താണെന്ന് മറ്റുള്ള ഇപ്പോൾ ഉള്ള മത്സരാർത്ഥി പലർക്കും അറിയത്തില്ല. എങ്ങനെയാണ് ഗെയിം കളിക്കുന്നവരെ അങ്ങേർക്കറിയാം. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.